വെൽക്കം ബാക്ക് ടു Xylem ലേണിംഗ്. അഖില മിസ് ആണ്. സോ നമ്മളിതാ അടിപൊളിയായിട്ട് നമ്മുടെ ഫുഡ് ഫോർ ഹെൽത്ത് അല്ലെ, ആഹാരം ആരോഗ്യത്തിന് എന്ന് പറയുന്ന ചാപ്റ്റർ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരുപാട് ന്യൂട്രിയൻസിനെ പറ്റി നമ്മൾ പരിചയപ്പെട്ടു, പോഷക ഘടകങ്ങളെ പറ്റി നമ്മൾ പരിചയപ്പെട്ടു, കാർബോഹൈഡ്രേറ്റിനെ പറ്റിയും പ്രോട്ടീനെ പറ്റിയും ഒക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോഷകേതര ഘടകങ്ങളെ പറ്റിയാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ഇമ്പോർട്ടന്റ് ആയിട്ട് ആവശ്യമായിട്ടുള്ള ചില നോൺ ന്യൂട്രിയൻ ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് പോഷക ഘടകങ്ങളിൽ പെടില്ല, പക്ഷെ എന്താണ് ശരീരത്തിന് വേണ്ട ആളുകളുമാണ്. അങ്ങനെയുള്ള രണ്ട് ആളുകളാണ് നമ്മൾ പറയാൻ പോകുന്ന വാട്ടറും അതുപോലെ തന്നെ ഫൈബർ അഥവാ നാരുകളും. അപ്പൊ നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ നമ്മൾ കഴിക്കേണ്ട ഭക്ഷണത്തിൽ പോഷക ഘടകങ്ങളെ ന്യൂട്രിയന്റിനെ ഉൾപ്പെടുത്തണം എന്ന് നമ്മൾ പറഞ്ഞു പല അളവിൽ അല്ലെ. അതേപോലെ ശരീരത്തിന് ആവശ്യമുള്ള രണ്ട് ആളുകളാണ് വാട്ടർ ആൻഡ് ഫൈബർ എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം നമുക്ക് വാട്ടറിനെ പരിചയപ്പെടാം അല്ലെ. വാട്ടറിനെ ഓൾറെഡി നമുക്ക് അറിയുന്നതാണ്, ഇമ്പോർട്ടൻസ് നമുക്ക് അറിയുന്നതാണ്. നമ്മളിപ്പോൾ ഇതാ നമ്മുടെ ശരീരത്തിലുള്ള കണ്ടന്റിനെ ഒക്കെ നമ്മൾ കീറി മുറിച്ച് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൽ മെജോറിറ്റിയിലും നമുക്ക് വാട്ടർ കണ്ടന്റ് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഇപ്പൊ തലച്ചോറ് ആയിക്കോട്ടെ, നമ്മുടെ ബ്ലഡ് ആയിക്കോട്ടെ, അവിടെയൊക്കെ ഒരു പെർസെൻറ്റേജ് കൂടുതൽ എന്തുണ്ടാവും, എന്തിന്റെ അളവുണ്ടാവും, വാട്ടറിന്റെ അളവ് അല്ലെ, വാട്ടർ കണ്ടന്റ് ഉണ്ടായിരിക്കും. നമ്മുടെ ശരീരത്തിന്റെ പല പ്രവർത്തനങ്ങളും ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസ് നമ്മൾ പറയും, അതൊക്കെ കൃത്യമായിട്ട് നടക്കണമെങ്കിൽ അവിടെയൊക്കെ ഒരു മീഡിയമായിട്ട് ആക്ട് ചെയ്യുന്ന ആളാണ് ഈ പറഞ്ഞിട്ടുള്ള വാട്ടർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ശരിയായ രീതിയിൽ വെള്ളം കുടിക്കണമെന്ന് എല്ലാ ഡോക്ടേഴ്സും നമ്മളെടുത്ത് പറയാൻ കാരണം. അപ്പോൾ വാട്ടറിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കറിയാം നമ്മൾ കുടിക്കുന്നുണ്ടാവും അല്ലേ, ദിവസം നമ്മൾ വെള്ളം കുടിക്കുന്നുണ്ടാവും. പക്ഷേ ഈ വെള്ളത്തിന്റെ നല്ലൊരു അംശം എന്ന് പറയുന്നത് നമ്മൾ യൂറിനായിട്ടും സ്വെറ്റായിട്ടും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പൊ അത് ബാലൻസ്ഡ് ആക്കണമെങ്കിൽ നമ്മൾ അതനുസരിച്ച് എന്ത് ചെയ്യണം, വെള്ളം നമ്മൾ കുടിച്ചേ പറ്റുള്ളൂ. അപ്പൊ എത്രത്തോളം വെള്ളം കുടിക്കണം, എത്ര ഗ്ലാസ് വെള്ളം കുടിക്കണം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ആ ഒരു ക്ലൈമറ്റിനെയും അതുപോലെ ഞാൻ പറഞ്ഞില്ലേ സ്വെറ്റായിട്ടൊക്കെ പുറത്തു പോകുന്നുണ്ട്, യൂറിനായിട്ടൊക്കെ, അപ്പൊ അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് എന്ത് ചെയ്തിട്ടുണ്ട്, മാറുന്നുണ്ട്. അപ്പൊ മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ എന്ന് വെച്ചാൽ കൂടുതലായിട്ട് കുടിക്കുക എന്നുള്ളതല്ല, പക്ഷെ കൃത്യമായിട്ടുള്ള അളവിൽ നമ്മൾ എന്ത് ചെയ്യണം, വാട്ടർ അല്ലെങ്കിൽ ജലം നമ്മൾ ദിവസവും നമ്മുടെ ഉള്ളിൽ എത്തേണ്ടതാണ്. അത് നമ്മൾ മസ്റ്റായിട്ടും ഒരു പോഷക ഘടകം അല്ലെങ്കിൽ പോലും ഇതില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഒരു പ്രവർത്തനങ്ങളും കൃത്യമായിട്ട് അല്ലെ, ശാരീരിക പ്രവർത്തനങ്ങൾ അവയവങ്ങളുടെ ഒന്നും പ്രവർത്തനം എന്ത് ചെയ്യില്ല, കൃത്യമായിട്ട് നടക്കില്ല. ഇനി ഇതേപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളാണ് ഫൈബേഴ്സ് അഥവാ നാരുകൾ എന്ന് പറയുന്നത്. നമ്മൾ കേട്ടിട്ടുണ്ടാവും നാരുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കണം എന്ന് നമ്മളോട് പറയാറുണ്ട്. അതിന് പിന്നിലുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു തരത്തിൽപ്പെട്ട കാർബോഹൈഡ്രേറ്റ് ധാന്യമൊക്കെയാണ്. പക്ഷേ ഈ നാര് അല്ലെങ്കിൽ ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നത് വഴി നമുക്ക് എന്ത് കിട്ടാനില്ല, പോഷക ഘടകങ്ങൾ അതായത് ന്യൂട്രിയൻ ഫാക്ടർ ഒന്നും നമുക്ക് എന്ത് ചെയ്യാനില്ല, കിട്ടാനില്ല. അപ്പൊ എന്തിനാ ഇത് കഴിക്കുന്നത്? യെസ്, ഇത് കഴിക്കുന്നതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഈ നാരുകൾ അടങ്ങിയ ഭക്ഷണമല്ലല്ലോ ഫൈബർ നമ്മുടെ ശരീരത്തിൽ എത്തുന്ന സമയത്ത് നമ്മുടെ ലാർജ് ഇൻറ്റസ്റ്റൈൻ, നമ്മുടെ വൻകുടലുണ്ട്, അവിടെയാണ് നമ്മുടെ ഈ എക്സ്ക്രീറ്ററി പ്രോസസ് അല്ലെ, നമ്മുടെ വിസർജ്യ വസ്തുക്കളൊക്കെ എന്ത് ചെയ്യുന്നത്, സഞ്ചരിച്ചു വരുന്നത്. അപ്പൊ അതിന്റെ ആ ഒരു മൂവ്മെന്റ് ഈസി ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് കഴിക്കണം എന്ന് പറയുന്നത്, ഫൈബേഴ്സ് അഥവാ നാരുകൾ അടങ്ങിയിട്ടുള്ള ആഹാരം ഭക്ഷണം നമ്മൾ കഴിക്കണം എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ ഉപ്പേരിയായിട്ട് നമ്മൾ എന്താണ്, വാഴയില്ലേ, വാഴയുടെ ഈ ബഡും സ്റ്റെമ്മും ഒക്കെ, അതായത് വാഴത്തട്ടയും വാഴക്കാമ്പും ഒക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇതിലൊക്കെ ധാരാളം ഫൈബർ കണ്ടന്റ് അഥവാ നാരുകളുണ്ട്. അതുപോലെ നമ്മൾ കഴിക്കുന്ന ഇലക്കറികൾ, പ്രത്യേകിച്ച് വെജിറ്റേറിയൻസ് അല്ലെ, വെജിറ്റേറിയൻ ഫുഡ് അതായത് വെജിറ്റബിൾസിലൊക്കെ കാര്യമായിട്ട് ഈ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. അതുപോലെ തവിട് അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുക എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ, അതിലൊക്കെ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അതാണ് സെറിയൽസ് കണ്ടെയ്നിങ് ബ്രാൻ എന്ന് പറയുന്നത്. അപ്പൊ ലീഫി വെജിറ്റബിൾസ് ആയിക്കോട്ടെ, അതിലൊക്കെ നമുക്ക് എന്ത് കിട്ടും, ഈ പറഞ്ഞിട്ടുള്ള ഫൈബേഴ്സ് അഥവാ നാരുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ഇതും നമ്മുടെ ശരീരത്തിന് ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഈ പറഞ്ഞ ദഹന പ്രക്രിയ അല്ലെ, ഡൈജഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് തന്നെ. അപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മുടെ പോഷക ഘടകങ്ങളും പോഷകേതര ഘടകങ്ങളും ന്യൂട്രിയൻസും നോൺ ന്യൂട്രിയൻസും എല്ലാം കൂടെ ചേർന്നിട്ട്, അതും കൃത്യമായ അളവിൽ, തോന്നിയ പോലെ അല്ല അല്ലെ, നമ്മൾ പറഞ്ഞു കാർബോഹൈഡ്രേറ്റിന്റെയും പ്രോട്ടീന്റെയും ഫാറ്റും വിറ്റാമിനും ഒക്കെ നമുക്കുണ്ട്. അപ്പൊ അതൊക്കെ കൃത്യമായ അളവിൽ, ഇപ്പൊ ഫാറ്റിന്റെ ഒക്കെ കാര്യം പറയണമെങ്കിൽ കുറച്ച് മതി, പക്ഷെ കുറച്ച് വേണം അല്ലെ. അപ്പൊ അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ആഹാരത്തിനെയാണ് നമ്മൾ സമീകൃത ആഹാരം അഥവാ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഫുഡ് ദാറ്റ് കണ്ടെയ്ൻ ഓൾ ന്യൂട്രിയൻസ് ഇൻ റിക്വയർഡ് ക്വാണ്ടിറ്റി, അതാണ് ഇമ്പോർട്ടൻറ്റ്. റിക്വയർഡ് ക്വാണ്ടിറ്റി, ആവശ്യമായിട്ടുള്ള അളവിൽ എല്ലാവരെയും ഉൾപ്പെടുത്തിയിട്ടുള്ള ഭക്ഷണമാണ് ബാലൻസ്ഡ് ഡയറ്റ് അഥവാ സമീകൃത ആഹാരം എന്ന് പറയുന്നത്. അവിടെയാണ് നമ്മുടെ പോഷകേതര ഘടകങ്ങൾ നോൺ ന്യൂട്രിയൻ ഫാക്ടർ ആണെങ്കിലും നമുക്ക് എന്താണ് ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ വാട്ടർ ആൻഡ് ഫൈബർ അല്ലെ, ജലവും ലവണങ്ങളും മക്കൾ എന്ത് ചെയ്യുക, ഓർത്ത് വെച്ചേക്കാം. നമുക്ക് ഇനിയും കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. അതൊക്കെ ആയിട്ട് മിസ് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.